നമസ്കാരം. ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുൻ സർക്കാർ ഒപ്പുവെക്കുകയും നടപ്പാക്കുകയും ചെയ്ത കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഇനി പിന്മാറാനാകില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. നിലവിൽ 99 കോടി രൂപ കേരളം കേന്ദ്രത്തിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. ഇനി 106 കോടി രൂപ ഉടൻ ലഭിക്കും. ഈ വർഷം 1000 കോടി രൂപയിൽ കൂടുതൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന കത്ത് കേന്ദ്രത്തിന് നൽകിയിട്ടില്ല. 2 കാര്യങ്ങളിലാണ് സംസ്ഥാനത്തിന് PM ശ്രീ പദ്ധതിയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. ഒന്ന്, വിദ്യാഭ്യാസ കരിക്കുലവുമായി ബന്ധപ്പെട്ടാണ്. കരിക്കുലം എന്ത് വേണമെന്ന് സംസ്ഥാനം തന്നെ തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രണ്ടാമത്തെ വിഷയം ഏതൊക്കെ സ്കൂളിൽ എങ്ങനെ നടപ്പാക്കണം എന്ന വിഷയമാണ്. ഇതും സംസ്ഥാനം തന്നെ തീരുമാനിക്കും. ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്രവുമായി ചർച്ച നടത്താനും ധാരണ ഉണ്ടാക്കാനും വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ 4 വകുപ്പ് മന്ത്രിമാരുടെ ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീയിൽ തീരുമാനമെടുക്കാൻ സംസ്ഥാനം 4 അംഗ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചു. മന്ത്രിമാരായ N ഷംസുദ്ദീൻ, റോജി M ജോൺ, PC വിഷ്ണുനാഥ്, M ലിജു എന്നിവരാണ് ഉപസമിതിയിലുള്ളത്. സമിതിയുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും PM ശ്രീയിൽ സംസ്ഥാന സർക്കാർ തുടർ നടപടി സ്വീകരിക്കുക. PM ശ്രീ തൽസ്ഥിതി റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. കരാർ മരവിപ്പിച്ച LDF സർക്കാർ നടപടിക്ക് നിയമപ്രാബല്യം ഇല്ലെന്നാണ് റിപ്പോർട്ട്. മുൻ സർക്കാർ ഒപ്പുവെക്കുകയും നടപ്പാക്കുകയും ചെയ്ത കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഇനി പിന്മാറാനാകില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഒരു പൈസ പോലും LDF സർക്കാർ വാങ്ങിയിട്ടില്ലെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും SSK ഫണ്ട് വാങ്ങുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചതെന്നും ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. PM ശ്രീ നടപ്പാക്കുന്നതിന് വേണ്ടി സ്കൂളുകളുടെ പട്ടിക കൊടുക്കണമായിരുന്നു. അത് LDF സർക്കാർ കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രി കാര്യം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നതെന്നും ശിവൻകുട്ടി വിമർശിച്ചു. മാസപ്പടി കേസിൽ എക്സാലോജിക് കമ്പനി ഉടമയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളുമായ T വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുമ്പാകെ ഹാജരായി. ഭർത്താവും MLAയുമായ മുഹമ്മദ് റിയാസിനൊപ്പമാണ് വീണ എത്തിയത്. ശക്തമായ സുരക്ഷയാണ് ED കൊച്ചി ഓഫീസിൽ ഒരുക്കിയിരിക്കുന്നത്. നീറ്റ് UG 2026 പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ആപ്പ് താൽക്കാലികമായി നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ ടെലിഗ്രാം ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഈ അടിയന്തര നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കമ്പനി കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21-നാണ് നടക്കുന്നത്. ജൂൺ 22 വരെയാണ് ടെലിഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ശുപാർശ പരിഗണിച്ചായിരുന്നു തീരുമാനം. നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ അർഷിദിന്റെ കൊലപാതകത്തിൽ സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി. കുട്ടിയുടെ മുത്തശ്ശിയുടെ പരാതിയിൽ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന് കോടതി ചോദിച്ചു. കുട്ടിയെ അമ്മ അഖിലയും രണ്ടാനച്ഛൻ അഷ്കറും ചേർന്ന് പീഡിപ്പിക്കുന്ന വിവരം മുത്തശ്ശി റീന ചൈൽഡ് പ്രൊട്ടക്ഷൻ ഹെൽപ്പ് ലൈനിൽ വിളിച്ച് അറിയിച്ചിരുന്നു. എന്നിട്ടും നടപടിയെടുത്തിരുന്നില്ല. വനിതാ ശിശുക്ഷേമ വകുപ്പിനെ കോടതി കേസിൽ കക്ഷി ചേർത്തു. ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകണം. കുഞ്ഞിന് പരിക്കേറ്റ വിവരം കൃത്യസമയത്ത് ലഭിച്ചിട്ടും ആവശ്യമായ നടപടി സ്വീകരിക്കാതിരുന്ന താൽക്കാലിക ജീവനക്കാരനെ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശത്തെ തുടർന്ന് ജോലിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. സ്ത്രീധന പീഡന ഹർജിയിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനുമെതിരെ കേസ്. മാലിപ്പുറം തൈപ്പറമ്പിൽ അലം, മാതാവ് ഐഷാബി എന്നിവർക്കെതിരെയാണ് കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഞാറക്കൽ പോലീസ് കേസെടുത്തത്. അലമിന്റെ ഭാര്യയാണ് ഹർജി നൽകിയത്. 2021-ലായിരുന്നു ഇവരുടെ വിവാഹം. 30 പവന്റെ സ്വർണ്ണാഭരണങ്ങളാണ് അന്ന് വിവാഹ സമ്മാനമായി നൽകിയത്. എന്നാൽ 50 പവൻ കൂടി വേണമെന്ന് ആവശ്യപ്പെട്ട് വിവാഹം കഴിഞ്ഞ ആഴ്ച മുതൽ ഭർത്താവും ഭർത്തൃമാതാവും തന്നെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് യുവതി നൽകിയ ഹർജിയിലെ ആരോപണം. തന്നെ തെരഞ്ഞുപിടിച്ച് ആക്ഷേപിക്കുകയാണെന്ന വാദവുമായി SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത്. വിമർശനങ്ങൾ തനിക്ക് പുത്തരിയല്ല. എന്നാൽ SNDPക്കെതിരായ വാളോങ്ങലിൽ മൗനം പാലിക്കാനാകില്ല. സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞതാണ് താൻ ചെയ്ത തെറ്റെന്നും ഉമ്മാക്കികൾക്ക് മുന്നിൽ ഭയന്നോടില്ലെന്നും വെള്ളാപ്പള്ളി SNDP പ്രസിദ്ധീകരണത്തിലെ കുറിപ്പിൽ വ്യക്തമാക്കി. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡുകൾ സ്വന്തമാക്കി ഇതിഹാസ താരം ലയണൽ മെസ്സി വീണ്ടും ചരിത്രം കുറിച്ചിരിക്കുന്നു. 2026 ഫിഫ ലോകകപ്പിലെ തന്റെ ആദ്യ മത്സരത്തിൽ നേടിയ മിന്നുന്ന ഹാട്രിക്കിലൂടെ ജർമ്മനിയുടെ ഇതിഹാസ സ്ട്രൈക്കർ മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡിനൊപ്പം എത്തി മെസ്സി. പുലർച്ചെ ഫ്രാൻസും സെനഗലും തമ്മിൽ നടന്ന മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടി ഫ്രാൻസിന്റെ തീപ്പൊരി താരം എംബാപ്പെ മെസ്സിയെ മറികടന്നിരുന്നെങ്കിലും ആ നേട്ടത്തിന് ഏതാനും മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടു പിന്നാലെ അൾജീരിയക്കെതിരെയുള്ള അർജന്റീനയുടെ പോരാട്ടത്തിൽ ഹാട്രിക് അടിച്ചുകൂട്ടി മെസ്സി റെക്കോർഡ് തിരിച്ചുപിടിച്ചു. അർജന്റീന ജേഴ്സിയിൽ തന്റെ 200ാമത്തെ അന്താരാഷ്ട്ര മത്സരത്തിലാണ് മെസ്സി അവിസ്മരണീയ പ്രകടനം കാഴ്ചവെച്ചത്. അൾജീരിയക്കെതിരെ നടന്ന ഗ്രൂപ്പ് ജെ പോരാട്ടത്തിൽ അർജന്റീന 3-0 വിജയിച്ചപ്പോൾ 3 ഗോളുകളും നേടിയത് നായകൻ മെസ്സി ആയിരുന്നു. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.